പിന്നെ ധൂർത്ത്. ഏറ്റവും അവസാനം നടന്ന സർവേക്ക് ചെലവാക്കപ്പെട്ടത് 13 കോടിയാ. സിൽവർ ലൈൻ ഇനിയും പിറക്കാതെ പോയ സിൽവർ ലൈൻ ചെലവഴിച്ചത് 60 കോടിയിലേറെയാണ്. പിന്നെ നവകേരള യാത്ര, എന്തിനാ അയ്യപ്പ സംഗമം, അവിടെയും ചെലവാക്കി 2.25 കോടിയോ 3 കോടിയോ മറ്റോ. വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒരുപാട് പണം അനാവശ്യമായി ചിലവഴിക്കപ്പെട്ടു. ഒരു ദരിദ്ര സംസ്ഥാനമായ കേരളം, ചെറിയ സംസ്ഥാനമായ കേരളം ഇങ്ങനെ ചിലവഴിക്കാനും പാടില്ല. അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ദരിദ്രർ ഇപ്പോഴും ദരിദ്രർ തന്നെ. അതൊക്കെ വെറും തട്ടിപ്പ് പരിപാടിയാ, മനുഷ്യന് കണി പൊടിയിടാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, തിരുത്തേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ തെറ്റുകളൊക്കെ കണ്ടറിഞ്ഞ് തിരുത്തി മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായും 5 വർഷം അവർ പ്രതിപക്ഷത്തിരിക്കുക തന്നെ വേണം. അത് തന്നെയാണ് ആ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ നല്ലത്. എനിക്ക് ഉറപ്പുണ്ട് UDF ആണ് ഭരിക്കുന്നതെങ്കിൽ 5 വർഷം അതിന് മുമ്പ് തന്നെ ജനം കല്ലെറിയാൻ തുടങ്ങും. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ അഹങ്കാരം തുടരും. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒട്ടും സമയം ഉണ്ടാവുകയില്ല. പിന്നെ എവിടെ ഭരിക്കാനാ? ഇനിയിപ്പോ തുടങ്ങും 5-ാം മന്ത്രി 6-ാം മന്ത്രി, വകുപ്പ് വിഭജനം, തമ്മിലടി, കൂട്ടത്തല്ല്, അതൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. UDF ആണ് വരുന്നത് എങ്കിൽ. LDF നോക്ക്, എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഒരു എതിർ സ്വരവുമില്ല. ശക്തമായ നേതൃത്വം, ശക്തമായ ഗവൺമെന്റ്, ആരും എതിർക്കാനില്ല. ഇങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോ ഒരു മാറ്റം എല്ലാം കൊണ്ടും നല്ലതാണ്. കാത്തിരിക്കാം മെയ് 4 വരെ.